ഫ്രണ്ട്സ്, ഈ കരയുക എന്നുള്ളത് ദുർബലതയുടെ പര്യായമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കരച്ചിൽ വരുമ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ കരയുന്ന ആളല്ല, അല്ലെങ്കിൽ ഞാൻ വളരെ സ്ട്രോങ് ആണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എന്തിനു കരയണം എന്നൊക്കെ നമ്മൾ വെറുതെ അങ്ങ് പറഞ്ഞു കളയും. പ്രത്യേകിച്ച് പുരുഷന്മാരാകട്ടെ മസിൽ പിടിച്ചൊരൊറ്റ നിപ്പാണ്, കരയത്തേയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കരയുക എന്നുള്ളത് ഒരു നാച്ചുറൽ ഇമോഷണൽ റിലീസാണ്. അതായത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസിനെ പുറന്തള്ളുവാൻ, റിലീസ് ചെയ്യുവാൻ പ്രപഞ്ചം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സാണ് ഈ കരയുക എന്നുള്ളത്. ഈ കരയുക എന്നുള്ളത് കൊണ്ട് നമ്മൾ വളരെ വീക്കാണെന്നോ നമ്മളൊരു വിക്റ്റിം ആണെന്നോ ഒരിക്കലും പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ഇമോഷൻസിനെ പുറന്തള്ളുവാൻ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഈ മഴ പെയ്യുമ്പോൾ ഭൂമി ശുദ്ധമാകുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ കരയുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ഇമോഷൻസിനെയും നമുക്ക് പുറന്തള്ളി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതിലൂടെ തന്നെ നമ്മുടെ നെഞ്ചിനകത്തെ ആ ഒരു ഭാരമൊക്കെ അങ്ങോട്ട് കുറയാൻ തുടങ്ങും. നമ്മുടെ മൈൻഡിനൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. അതിലൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയും. അതായത് ഒരു അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ മാറി തുടങ്ങും. എന്ന് കരുതി എല്ലാ ദിവസവും ഇരുന്ന് കരയണമെന്നല്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാകുമ്പോൾ കരയണമെങ്കിൽ അങ്ങ് കരയുക. നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന കാർമേഘങ്ങളെല്ലാം ഒരു മഴ പോലെ ഒഴുകി തീരട്ടെ. നമ്മുടെ മനസ്സ് അങ്ങോട്ട് ശുദ്ധമാകട്ടെ.